ഹായ്, അങ്ങനെ നമ്മൾ എന്ത് ചെയ്തിട്ടില്ല, ഹൈബ്രിഡ് സോളാർ സിസ്റ്റം ചെയ്തിട്ടുള്ള നമ്മുടെ അബ്ദുറഹ്മാൻ ഖാന്റെ വീട്ടിലാണ് എത്തിയിട്ടുള്ളത് കേട്ടോ. അതിന്റെ റൂഫിന്റെ മുകളിൽ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും നല്ല അടിപൊളിയായിട്ടുള്ള ടോപ്പ് കോൺ ബൈഫേഷ്യൽ പാനൽ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഹൈബ്രിഡ് ഇൻവേർട്ടർ ഇവരുടെ ഓപ്പൺ ടെറസിലാണ് ചെയ്തിട്ടുള്ളത്. നമ്മളിപ്പം KSEBിൻ്റെ പുതിയ നിയമങ്ങളും കാര്യങ്ങളൊക്കെ വന്ന സമയത്ത് ഏകദേശം ആ ഒരു ടൈമിലാണ് ഈ ഒരു പ്രൊജക്റ്റ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഹൈബ്രിഡ് സിസ്റ്റം വെക്കുമ്പോൾ ഏകദേശം നമുക്ക് ലിഥിയം അയൺ ബാറ്ററിയും കൂടി കണക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നെറ്റ് മീറ്ററിംഗ് തന്നെ തുടരാമെന്നുള്ളതാണ് പറയുന്നത്. എനിവേ അത് നല്ലൊരു സൈൻ അല്ലെങ്കിൽ കൂടിയും നമ്മൾ ഇത്തരത്തിലുള്ള ഹൈബ്രിഡ് സിസ്റ്റം പ്രോത്സാഹിപ്പിക്കുന്നത് വളരെയധികം നല്ലതാണ്. വീടുകളിലൊക്കെ എപ്പോഴും നമുക്ക് കറണ്ട് പോവാതെ തന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും ബാക്കപ്പ് ലോഡോട് കൂടിയിട്ട്. ഇതാണ് നമ്മുടെ KSEBിയുടെ മീറ്റർ കേട്ടോ. ഈ 3 ഫേസ് മീറ്ററും ഇപ്പുറത്തുള്ള സിംഗിൾ ഫേസ് മീറ്റർ 5 കിലോ വാട്ടിനുള്ള നമ്മളെ സോളാറിൽ നിന്ന് വരുന്ന പവർ കണക്ട് ചെയ്തിട്ടുള്ള മീറ്ററാണുള്ളത്. പിന്നെ നമ്മളിവിടെ കാണാൻ പറ്റും 3 ഹോളും ഒരു ചെറിയ റൗണ്ടും. ഇത് ആക്ച്വലി കസ്റ്റമർ റിക്വയർമെൻറ്റ് പ്രകാരം പ്രത്യേകം ചെയ്തിട്ടുള്ളതാണ്. ഇത് നമ്മളെ വീട്ടിലേക്കുള്ള പവറിൻ്റെ SPD കൊടുക്കാനുള്ളതാണ്. ആ വർക്ക് ഇവിടെ കംപ്ലീറ്റ് ആക്കിയിട്ടില്ല, അത് പിന്നീട് ചെയ്യാന്നുള്ള രീതിയിൽ പോസ്റ്റ്പോൺ ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതേപോലെ തന്നെ ഇത് നമ്മൾ ജനറേറ്റർ ചേഞ്ച് ഓവർ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പാർട്ടുമാണ്. അതൊഴിച്ച് ബാക്കി നിർത്തി കഴിഞ്ഞാൽ നമുക്ക് KSEB മീറ്ററും നമ്മുടെ എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്ന ജനറേഷൻ മീറ്ററുമാണുള്ളത്. പിന്നെ ഇതിൻ്റെ മുകൾ ഭാഗത്തായിട്ട് നമുക്ക് ഇതിൻ്റെ സോളാർ സിസ്റ്റം കാണാൻ പറ്റും. ആ ഒരു ഓപ്പൺ ടെറസിലാണ് നമ്മൾ ഇതിൻ്റെ സോളാർ സിസ്റ്റം ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി അങ്ങോട്ട് പോകാം. അപ്പോൾ എന്ന് വെച്ചാൽ നമ്മൾ ഇവരുടെ വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിൽ ഓപ്പൺ ടെറസിൽ വന്നിട്ടുണ്ട്. സാധാരണ നമ്മൾ ഇൻവേർട്ടേഴ്സ് കൊടുക്കാൻ ഏറ്റവും നല്ലൊരു ഭാഗമാണ് ഓപ്പൺ ടെറസിൽ ഇങ്ങനെയുള്ള സ്പേസുകൾ. അതേപോലെ തന്നെ നമുക്ക് ഇങ്ങനെ ഷെയ്ഡുള്ള ഏത് ഭാഗത്തും ആണെങ്കിലും നമുക്ക് ഇൻവെർട്ടർ കൊടുക്കാൻ പറ്റും. അപ്പോൾ നമ്മളിതിൻ്റെ ഇൻപുട്ടും ഔട്ട്പുട്ടും നമ്മൾ കൊടുത്തിരിക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നേരെ ഇതുവഴി നമ്മൾ താഴത്തോട്ട് ഇറങ്ങിയിട്ട് വീട്ടിലുള്ള DBയിലേക്ക് ഇതിൻ്റെ ഔട്ട്പുട്ടും ഇൻപുട്ട് വന്നിട്ട് നമ്മളെ മീറ്റർ നേരത്തെ നമ്മൾ കണ്ട മീറ്ററിൻ്റെ ഭാഗത്തുമാണ് നമുക്ക് ഇൻപുട്ട് വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ UTLൻ്റെ ഹൈബ്രിഡ് സോളാർ സിസ്റ്റമാണ് വെച്ചിട്ടുള്ളത്. ഇതിൻ്റെ പാനൽ മുകളിൽ 5 കിലോ വാട്ട് തന്നെ UTLൻ്റെ തന്നെ ബൈഫേഷ്യൽ ടോപ്പ് കോൺ പാനലാണ് വെച്ചിട്ടുള്ളത്. ഇതിൻ്റെ ACDB DCDB നമ്മളിവിടെ പറയുകയാണെങ്കിൽ ഹാവൽസിൻ്റെ തന്നെ SPD MCB വെച്ചിട്ടുള്ള ഒരു കോമ്പിനേഷനാണ് ചെയ്തിട്ടുള്ളത്. 2 സ്ട്രിങ് ഉണ്ട്. 2 സ്ട്രിങ്ങിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഏതെങ്കിലും ഒരു സ്ട്രിങ്ങിന് വല്ല കംപ്ലയിൻസോ കാര്യങ്ങളോ വരിക, മെയിൻ്റനൻസ് വരികയാണെങ്കിൽ മറ്റുള്ള സ്ട്രിങ്ങുകൾ വർക്ക് ചെയ്യും. മാത്രമല്ല നമുക്കിപ്പോൾ എന്തെങ്കിലും അമെൻമെൻറ്റ്സ് ഒക്കെ എഡിറ്റൊക്കെ ചെയ്യുന്ന സമയത്ത് ഒരു സ്ട്രിങ്ങിൻ്റെ മാത്രം പാനലുകൾ മാറ്റം വരുത്തിയൊക്കെ ചെയ്യാൻ പറ്റും. ഈ ഒരു ലൈനിൽ കൂടെ തന്നെയാണ് AC ഇൻപുട്ട് വരുന്നത് കേട്ടോ, എന്ന് വെച്ചാൽ KSEB എന്നുള്ള പവറും വരുന്നത്. ഓക്കെ, ഇനി അതിൻ്റെ കുറച്ച് ഇങ്ങോട്ട് താഴോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ എർത്ത് ബെഞ്ച് കാണിക്കും. നമ്മൾ ഈ ഒരു സിസ്റ്റത്തിൻ്റെ SPD-കളുടെയും അതുപോലെ തന്നെ നമ്മുടെ ഇൻവേർട്ടറിൻ്റെ ഒക്കെ എർത്ത് കണക്ട് ചെയ്തിട്ടുള്ള ബെഞ്ചാണിത്. അതേപോലെ നമ്മൾ ഇവിടെ വീട്ടിലോട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ ഒരു ഐസൊലേറ്ററും ഒരു MCBയും കൊടുത്തിട്ടുണ്ട്. സോറി, ഐസൊലേറ്റർ അല്ല, ചേഞ്ച് ഓവറാണ്. എന്ന് വെച്ചാൽ നമുക്ക് എന്തെങ്കിലും കാരണവശാൽ സിസ്റ്റം മെയിൻ്റനൻസിനും മറ്റും വരുന്ന സമയത്ത് വീട്ടിലെ കറണ്ട് ഓഫ് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് KSEBയിലേക്ക് മാറ്റാനും KSEBയിലത്തെ പവറിന് തിരിച്ച് ഇൻവെർട്ടറിലോട്ട് മാറ്റാനുള്ള ചേഞ്ച് ഓവറാണ് നമ്മളിവിടെ. കേബിൾ DC കേബിൾ വന്നിട്ട് ഇവിടെ കറക്റ്റായിട്ട് നമ്മളതിൻ്റെ നെഗറ്റീവും പോസിറ്റീവും ഒക്കെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ നമ്മുടെ ബാറ്ററിക്ക്, നമ്മുടെ ഹൈബ്രിഡിന് ഉപയോഗിക്കുന്ന നമ്മുടെ ലിഥിയം അയൺ ബാറ്ററിക്ക് കണക്ട് ചെയ്തിട്ടുള്ള കേബിളാണ് നമ്മൾ കമ്മ്യൂണിക്കേഷൻ, അതുപോലെ തന്നെ നമ്മുടെ കമ്മ്യൂണിക്കേഷന് വേണ്ടി ഉപയോഗിക്കുന്ന കേബിളുമാണ് ഇവിടെ വന്നിട്ടുള്ളത്. പിന്നെ ഇത് നമ്മുടെ AC ഔട്ട്പുട്ടിൻ്റെ 2 ലോഡ് വരുന്നുണ്ട് ഇവിടെ. അതായത് ഒന്ന് സ്മാർട്ട് ലോഡ് വരുന്നുണ്ട്, പിന്നെ ഒരെണ്ണം നോർമൽ ലോഡ് വരുന്നുണ്ട്. അതുപോലെ തന്നെ KSEB ഗ്രിഡിലോട്ട് പോകുന്ന പവറാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് നമ്മൾ വെച്ചിട്ടുള്ളത് നമ്മളെ അബ്ദുറഹ്മാൻ ഖാൻ്റെ വീട്ടിലാണ്. അബ്ദുറഹ്മാൻ ഖാൻ്റെ പഴയ വീടിൻ്റെ റിനോവേഷൻ ടൈമിലാണ് നമ്മൾ ഈ ഒരു സിസ്റ്റം ചെയ്തിട്ടുള്ളത്. എന്തായാലും ഇതിനെ കുറിച്ചിട്ടുള്ള ചെറിയൊരു വിവരണം ഞാൻ അബ്ദുറഹ്മാൻ ഖാക്ക് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ സിസ്റ്റത്തിലെ നിങ്ങൾക്ക് കാണാൻ പറ്റും 4 റൗണ്ടുകൾ ഉണ്ടോ. ഈ 4 റൗണ്ടിൽ ഇത് ഫസ്റ്റത്തെ PV ആണ്, എന്ന് വെച്ചാൽ സോളാർ പാനലിന്റെ പാർട്ടാണ്. അവിടെ നമുക്ക് ഇന്ന് ഉണ്ടായിട്ടുള്ള പവർ പ്രൊഡക്ഷൻ എത്രയുണ്ട്, അതുപോലെ തന്നെ ഒരു മാസത്തിൽ ഓരോ ദിവസങ്ങൾ എത്ര പ്രൊഡ്യൂസ് ചെയ്തു, ഒരു വർഷത്തിൽ എത്ര പ്രൊഡ്യൂസ് ചെയ്തു എന്നൊക്കെ നമുക്ക് ഇതിൽ ജസ്റ്റ് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ സിംഗിൾ പ്രസ്സിൽ കാണാൻ പറ്റും. അതാണ്. പിന്നെ അടുത്തത് എന്ന് പറഞ്ഞാൽ അതിന്റെ അടിയിൽ ബാറ്ററിയാണ്. ബാറ്ററിയിൽ നമ്മൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ബാറ്ററിയുടെ നിലവിലത്തെ SOC ചാർജ് എത്ര ഉണ്ട്, അതുപോലെ തന്നെ നമ്മുടെ എത്ര വോൾട്ടേജ് ഉണ്ട്, അതുപോലെ ഇപ്പൊ നമ്മൾ ഇതിലേക്ക് എടുത്തുകൊണ്ടിരിക്കുന്ന പവർ എത്രയാണ്, വീട്ടിലോട്ട് എടുത്തുകൊണ്ടിരിക്കുന്ന
പവർ എത്രയാണ് കാര്യങ്ങളൊക്കെയാണ് ഇതിൽ കാണിക്കുന്നത്. ഇതുപോലെ ഇതിന്റെ ലിഥിയം അയൺ ബാറ്ററി ആയതുകൊണ്ട് തന്നെ ഇതിന്റെ BMS ബാറ്ററി മാനേജ്മെന്റ് സിസ്റ്റത്തിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് തൊട്ടിപ്പുറത്തുണ്ട്. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഡീറ്റെയിൽസ് ഇവിടെ കാണിച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് വരുന്നത് ഇതിന്റെ തൊട്ടിപ്പുറത്തൊരു വീടിന്റെ ഒരു ഐക്കൺ കണ്ടല്ലോ. ഈ ഐക്കണിൽ ഇവിടെ കാണിക്കുന്നത് വെച്ചാൽ നമ്മുടെ വീട്ടിലോട്ടുള്ള പവർ എത്ര ലോഡാണ്, എത്ര ഇപ്പൊ നിലവിൽ എടുത്തുകൊണ്ടിരിക്കുന്നത്, ടോട്ടൽ എത്ര ഉപയോഗിച്ചു, ഇത് ഇൻസ്റ്റാൾ ചെയ്തിട്ട് എത്ര മെഗാവാട്ട് നമ്മൾ എത്ര കിലോവാട്ട് നമ്മൾ ഉപയോഗിച്ചു, അതൊക്കെ ഇവിടെ കാണിക്കാം. അതിലിപ്പോ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് 814 വാട്ടാണ് നമ്മുടെ വീട്ടിൽ ഉപയോഗിച്ചത്. അതെ, അതുപോലെ 231 വോൾട്ടേജ് ലൈൻ വോൾട്ടേജ് ഉണ്ട് ഔട്ട്പുട്ടിൽ. ഇന്ന് ടോട്ടല് നമ്മള് പിന്നെ 8.1 kW ഉപയോഗിച്ചിട്ടുണ്ട്. 8 കിലോവാട്ട് പവർ നമ്മൾ വീട്ടിൽ ഉപയോഗിച്ചിട്ടുണ്ട്. അതേ സമയത്ത് തന്നെ 120 കിലോവാട്ട് അവർ നമ്മൾ ടോട്ടൽ ഇതിന് പ്രൊഡ്യൂസ് ചെയ്ത് മൊത്തത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട്. അതിന്റെ മൊത്തത്തിൽ നമ്മളിത് വെച്ച മുതലുള്ള ഔട്ട്പുട്ടിൽ ഇത് മൊത്തം വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അതിന്റെ ഡീറ്റെയിൽസ് ആണ് അതിൽ കാണിച്ചിട്ടുള്ളത്. പിന്നെ അതേപോലെ തന്നെ നമുക്ക് ഗ്രിഡ് നമ്മളൊരു ടവർ പോലെ കാണുന്നുണ്ടല്ലോ, അതാണ് ഗ്രിഡ്. ഈ ഗ്രിഡിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാം നമ്മൾ ഇതിൽ ബൈ എന്ന് കാണിച്ചിട്ടുണ്ട്, സെല്ലെന്ന് കാണിച്ചിട്ടുണ്ട്. ബൈ എന്ന് പറഞ്ഞാൽ നമ്മൾ അവിടുന്ന് മേടിച്ച പവറും സെല്ലിന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുത്ത പവറും രണ്ടായിട്ട് കാണിക്കുകയാണ്. അതിൽ ഇന്ന് നമ്മൾ 3.8 യൂണിറ്റ് നമ്മൾ അവരുടെ മേടിച്ചിട്ടുണ്ട്. ഓക്കെ, അതേ സമയത്ത് നമ്മൾ അങ്ങോട്ട് 7.4 കിലോവാട്ട് അവർ അങ്ങോട്ട് സെല് ചെയ്തിട്ടുണ്ട്, കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ ബാക്കിയുള്ളത് അവർ ഇങ്ങോട്ട് തരാനായിരിക്കും. അതേപോലെ തന്നെ നമ്മൾ 80 യൂണിറ്റ് നമ്മൾ ഇതുവഴി ബൈ ചെയ്തിട്ടുണ്ട്. നമ്മൾ ടോട്ടൽ കൊടുത്തിരിക്കുന്നത് 35.60 കിലോവാട്ട് അവർ ആണ് നമ്മൾ സെല് ചെയ്തിട്ടുള്ളത്. അതേപോലെ തന്നെ ഇതിന് ബാക്കിയുള്ള CT 0 വാട്ടാണ്. CT ഒക്കെ ഉണ്ടെങ്കിൽ CT കണക്ഷൻ കാര്യങ്ങളും കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ കണക്ഷൻസ് ഒക്കെ ഇവിടെ കാണാൻ പറ്റും. പിന്നെ നമ്മൾ CT കണക്ഷൻ CT എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന്റെ പിന്നെ ഉള്ളിലത്തെ പവർ ഉണ്ടല്ലോ, നമ്മുടെ മീറ്ററിൽ നിന്ന് നമ്മൾ ഉപയോഗിക്കുന്ന പവറിനെ നമുക്ക് കണക്കായിട്ട് കാണിക്കാൻ പറ്റും. അത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ എന്താണെന്ന് വെച്ചാൽ അവിടെ CT വെച്ചിട്ട് അവിടുത്തെ വയറിംഗ് ഇവിടെ കൊടുത്ത് കണക്ട് ചെയ്യണം. പിന്നെ അത് വലിയ സിസ്റ്റത്തിനൊക്കെ കൊടുക്കില്ല, മെഗാവാട്ട് പ്രൊജക്ട്. ചെറിയ സിസ്റ്റത്തിനൊന്നും അതിന്റെ റിക്വയർമെന്റ് ഇല്ലാത്തതുകൊണ്ട് കാണിച്ചില്ല. പക്ഷെ അങ്ങനെ ഒരു ഓപ്ഷൻ ഇതിലുണ്ട്. ഇത്രയും ഈ 4 കാര്യങ്ങളാണ് ഇതില് ഒരു മെയിൻ നമുക്ക് കാണേണ്ടതായിട്ടുള്ള പോയിന്റുകൾ. ഏറ്റവും സിമ്പിൾ ആയിട്ട് നമുക്ക് പറയുകയാണെങ്കിൽ DC എന്ന് പറയുന്നത് നമ്മുടെ സോളാർ പാനലാണ്. ഇത് ഗ്രീൻ കത്തുണ്ടെങ്കിൽ അതിനർത്ഥം സോളാർ പാനൽ ആക്റ്റീവ് ആണെന്നുള്ളതാണ്. AC ഗ്രീൻ കത്തുണ്ടെങ്കിൽ നമ്മളെ ഇലക്ട്രിസിറ്റി ആക്റ്റീവ് ആണെന്നുള്ളതാണ്. അതുപോലെ നോർമൽ എന്ന് പറയുന്നത് നമ്മുടെ സിസ്റ്റം കണ്ടീഷൻ എന്തെങ്കിലും തരത്തിൽ അലാം ചെയ്യിക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും പ്രോബ്ലംസ് കാണിക്കുന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് പിന്നെ റെഡ് കത്തും. ഓക്കെ, ഈ പിന്നെ ഇപ്പുറത്ത് അലാം എന്നുള്ള പറഞ്ഞ ഭാഗത്ത് ഈ നിലവിൽ എന്തെങ്കിലും സിറ്റുവേഷനിൽ ഉദാഹരണത്തിന് കറണ്ട് പോയ സമയമാണ്, ആ കറണ്ട് പോയ സമയങ്ങളിൽ ഇവിടെ റെഡ് കത്തും. കാരണം ഇന്നിപ്പോ കറണ്ട് ഇല്ല, അപ്പൊ അതുകൊണ്ടാണ് അങ്ങനെയുള്ള അലാംസും കാര്യങ്ങളും കത്തും. ഇത്രയും പോയിന്റുകളാണ്. പിന്നെ ഇതിനെ കൺട്രോൾ ചെയ്യാനാണ് 4 സ്വിച്ച് ഉള്ളത്. ഇത്രയും. പിന്നെ നമുക്ക് ഏറ്റവും സിമ്പിൾ ആയിട്ട് എന്തെങ്കിലും മെയിൻ്റെനൻസ് അവിടെ ക്ലീനിങ് ഒക്കെ വരുന്ന സമയത്ത് നമുക്ക് ഏറ്റവും എളുപ്പം ഈ പിന്നെ സിസ്റ്റം മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് ഈ എൻഡിലുള്ള DC സ്വിച്ച് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പാർട്ട് ഇതങ്ങോട്ട് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ഈ സിസ്റ്റം മുകളിലുള്ള പാനലിനെ മൊത്തം കട്ട് ചെയ്യും. അപ്പൊ നമുക്ക് സുഖമായിട്ട് അവിടെ ക്ലീൻ ചെയ്യാനും മറ്റു കാര്യങ്ങൾക്കും അപ്പൊ നമ്മൾ മേലെ പോയി ക്ലീൻ ചെയ്തൊക്കെ ചെയ്യണ സമയത്ത് ഓഫ് ചെയ്തിട്ട് പോകണം, ജസ്റ്റ് ഓഫ് ചെയ്ത് പോകണം. അതായത് ഇതിപ്പോ നിലവിൽ ഫുള്ളി ഐസൊലേറ്റഡ് ആണ്, പ്രശ്നങ്ങളൊന്നുമില്ല, നമുക്ക് സുഖമായിട്ട് ചെയ്യാം. അപ്പൊ ഞങ്ങൾ അതിന്റെ മുകളിൽ കയറിയപ്പോഴും ഓഫ് ചെയ്തില്ല. പക്ഷെ ഞങ്ങൾ ഒരിക്കലും റെക്കമെൻഡ് ചെയ്യില്ല. ഇതിൽ ഇപ്പൊ വല്ല എലി കറണ്ട് ഇട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിൽ സ്ക്രാച്ച് ആയിട്ടോ പൊട്ടലോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതിന്റെ മുകളിൽ പവർ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ എപ്പോഴും നിങ്ങളിത് പോണ സമയത്ത് ഇത് ഓഫ് ചെയ്തിട്ട് പോണതാണ് ഏറ്റവും നല്ലത്. അതേസമയം സിസ്റ്റം ടോട്ടലി ഓഫ് ചെയ്യണം നിർബന്ധമില്ല. കാരണം സിസ്റ്റം ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ വീട്ടിലത്തെ പവറും കൂടി ഓഫ് ആവും. അങ്ങനെ ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് വരികയാണെന്നുണ്ടെങ്കിൽ സിസ്റ്റം ഓഫ് ചെയ്യേണ്ട സിറ്റുവേഷൻ വരുമ്പോൾ നേരെ ഇവിടെ തുറന്നിട്ട് ഇത് ഇൻവെർട്ടർ ഇവിടെ KCB എഴുതിയിട്ടുണ്ടാവും. അതായത് ഇപ്പൊ നമ്മൾ ഈ ഇൻവെർട്ടറിന്റെ പവറാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് വീട്ടിൽ. ഇത് ഇങ്ങോട്ട് മേലോട്ടാക്കി കഴിഞ്ഞാൽ നേരെ KCBയിലേക്ക് അത് ചേഞ്ച് ആവണം. അതോടുകൂടി സിസ്റ്റത്തിൽ നിന്നുള്ള കണക്ഷൻസ് ഒക്കെ കിട്ടും. അപ്പൊ നിങ്ങൾക്ക് സിസ്റ്റം ഊരാനോ കുട്ടിക്കാൻ എന്ത് മെയിൻ്റെനൻസും ചെയ്യാം. വീട്ടിലത്തെ എല്ലാ ബന്ധങ്ങളും വിച്ഛേദിച്ചു. അപ്പൊ നമ്മൾ ഇവിടെയാണ് നമ്മൾ ഇൻവെർട്ടറിന്റെ, അതായത് നമ്മളെ ഇൻവെർട്ടറിന് വീട്ടിലോട്ട് പോണ പവറിനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ഓവർ ചെയ്യുന്ന ഭാഗം. ചില എന്തെങ്കിലും കാരണവശാൽ ഇവിടെ മെയിൻ്റെനൻസോ കാര്യങ്ങളോ വന്നു കഴിഞ്ഞാൽ നമുക്കിത് ചേഞ്ച് ചെയ്തിട്ട് KCB ഡയറക്റ്റ് ആക്കാം. അപ്പൊ പിന്നെ ഇതുമായിട്ടൊരു ബന്ധമില്ലാത്തത് തന്നെ നമുക്ക് സിസ്റ്റത്തിൽ എന്ത് മാറ്റങ്ങൾ വരുത്തുമ്പോഴും വീട്ടിലോട്ട് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. തൊട്ടിപ്പുറത്തിന് വേറൊരു MCB കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ ഇതിൽ തന്നെ സ്മാർട്ട് ലോഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടല്ലോ. അപ്പൊ ഈ സ്മാർട്ട് ലോഡിൽ ഉപയോഗിക്കുന്ന പവർ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു MCB ഇവിടെ കൊടുത്തിട്ടുള്ളത്. ദെൻ നമുക്ക് ഇവിടെ സിസ്റ്റത്തിൽ വെച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഒറ്റ 2500 വാട്ട്
പവർ എടുക്കാവുന്ന 5 kWh ബാറ്ററി സിസ്റ്റം ആണ് വെച്ചിരിക്കുന്നത് UTLന്റെ. അപ്പോൾ ഇതിൽ നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്ന ലൈറ്റ് ലോഡും എല്ലാം കൂടി കൂട്ടി 2500 വാട്ടാണ് ഇപ്പോൾ കൊടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ ഒരു ബാറ്ററി കൂടി നമ്മൾ ഭാവിയിൽ ആഡ് ചെയ്യണം. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമുക്ക് 5 kW പവറും നമുക്ക് ഇതിൽ ഫുൾ ആയിട്ട് കണക്ട് ചെയ്തിട്ട് നമുക്കിതിൽ കൊടുക്കാം, മൊത്തത്തിൽ നമുക്ക് കൊടുക്കാം. അതെ അതെ. ഇപ്പോഴും നമുക്ക് ഇതിൽ കൊടുത്തു കഴിഞ്ഞാൽ യൂസ് കൂടിയാൽ മാത്രമേ ഇത് പ്രശ്നമുള്ളൂ, ഇല്ലെങ്കിൽ നമുക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റും. കാരണം നമ്മളിവിടെ ഐഡിയൽ യൂസേജ് ഇപ്പോ 1.88 ഉപയോഗിക്കുന്നുണ്ട്. കാരണം ഇപ്പൊ കുറച്ചുകൂടി കൂടി, നേരത്തെ പോലെ എത്ര ഉണ്ടായിരുന്നില്ല. അപ്പൊ ഇനി എത്ര ഇനി രാത്രി അത് കുറയുന്നതിനനുസരിച്ചല്ല, ഇത് വീട്ടിൽ ഉപയോഗം മാത്രമാണ്. ഇവിടെ കൂടുതലും കുറഞ്ഞാലൊക്കെ ഉപയോഗം. ഇതിപ്പോ പോണത് KCB ലൈനിന്നാണ് കേട്ടോ, KCB ലൈനിന്നാണ് പോണത്. ബാറ്ററി ഉപയോഗിച്ച് തുടങ്ങിയിട്ടില്ല. ഓക്കെ, ഇനി അടുത്തതായിട്ട് നമുക്ക് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ഈ ഒരു ഭാഗം നോക്കാം. ഇവിടെ നമുക്ക് ഈ ഇൻവേർട്ടറിന്റെ ബാറ്ററിയിൽ നിന്ന് ഇൻവേർട്ടറിലോട്ട് പവർ പോകണോ ഇത് ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എന്തെങ്കിലും തരത്തിൽ വല്ല സ്പാർക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും പൊട്ടലോ പ്രശ്നങ്ങളൊക്കെ വരികയാണെങ്കിൽ അങ്ങനത്തെ ഒരു സേഫ് ആയിട്ടുള്ള കണ്ടീഷനിൽ അല്ലാത്തൊരു പ്രശ്നം വരുന്ന സമയത്ത് നമുക്ക് ഈ MCB ഓഫ് ചെയ്യാനും ഇത് ഐസൊലേറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണത്. ഓക്കെ, അടുത്തായിട്ട് ഇതിന്റെ കമ്മ്യൂണിക്കേഷൻ കേബിൾ ആണ്. പിന്നെ നമ്മൾ തന്നെ ബാറ്ററിന്ന് വന്ന കണക്ഷൻസ് ഇവിടെ കണക്ട് ചെയ്തിട്ടുണ്ട്. ഈ ബാറ്ററിയുടെ ഹെൽത്ത് നമുക്ക് ഇവിടെ ഓരോ പ്രസ് ചെയ്തുകൊണ്ട് നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. ഇപ്പൊ കണ്ടോ, സ്റ്റാൻഡ് ബൈയിലാണ് ബാറ്ററി നിൽക്കുന്നത്. 55.8 വോൾട്ടിലാണ് ഈ നിൽക്കുന്നത്. ഈ രണ്ട് ഓപ്ഷൻസ് എന്തിനാന്ന് വെച്ചാൽ ഇൻവെർട്ടറുകൾ എണ്ണം നമ്മൾ കൂട്ടുന്ന സമയത്ത് ഭാവിയിൽ ഒരു ഇൻവെർട്ടർ കൂടി അഡീഷണൽ വെക്കുകയാണെങ്കിൽ ഇതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യും, ഒരു കമ്മ്യൂണിക്കേഷൻ അതിലോട്ട് പോകും. ഈ രണ്ടും കൂടി 10 kW ലോഡ് നമുക്ക് വീട്ടിലോട്ട് എടുക്കാൻ പറ്റും. അതേപോലെ തന്നെ ബാറ്ററി ഇനി ഒരു എത്ര വരെ കൊടുക്കാം നമുക്ക് ബാറ്ററി ഇപ്പൊ അണ്ടിൽ 16 ബാറ്ററി വരെ നമുക്ക് ഇതിനകത്ത് കണക്ട് ചെയ്യാം. അതിലിപ്പോ നമ്മളിപ്പോ ഒരു വീട്ടിലേക്ക് മാക്സിമം ഒരു 4 ബാറ്ററി 5 ബാറ്ററി ഒക്കെ തന്നെ മാക്സിമം വേണ്ടി വരില്ല. ചിലപ്പോൾ ചില ആൾക്കാർ മാക്സിമം കണക്ട് ചെയ്യുകയാണെങ്കിൽ EV ചാർജിങ് ഒക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ അവർ പൊതുവെ അത്രയും ബാക്കപ്പ് എടുത്തു കൊടുക്കും. അല്ല, ഏറ്റവും കൂടുതൽ ചെയ്യാന്ന് പറഞ്ഞാൽ 2 അല്ലെങ്കിൽ 3 ബാറ്ററി ഒക്കെ തന്നെയാണ് ആവശ്യത്തിന് ഉപയോഗിക്കാനുള്ള 2 മതിയാവും. 2 ധാരാളമാണ്. കാരണം ഈ സിസ്റ്റത്തിന് കോമ്പാറ്റബിൾ എന്ന് പറയുന്നത് 2 ബാറ്ററിയാണ്. അതിൽ 10 kWh ബാറ്ററി എന്ന് വെച്ചാൽ മൊത്തം ഇതിന് 20 യൂണിറ്റ് കറണ്ട് കിട്ടുമ്പോൾ അതിന്റെ പകുതി നമ്മൾ സ്റ്റോർ ചെയ്യണം, പകുതി നമ്മൾ പകലും എക്സ്പോർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നു. അപ്പൊ നമ്മളെ ഇപ്പോ ഈ വീടിന്റെ മുകളിലാണ് വന്നിട്ടുള്ളത് കേട്ടോ. ഇവിടെ നമ്മൾ ചെയ്തിരിക്കുന്നത് സ്ലോപ്പ് റൂഫിലാണ്, ഓടിട്ട റൂഫാണ്. ഇതിന്റെ അടിഭാഗം നിങ്ങൾക്ക് ഓൾറെഡി നമ്മൾ കാണിച്ചു തരാം. ഇത്തരത്തിലുള്ള ഓടിട്ട റൂഫിൽ വെള്ളം കിനിയാത്ത രീതിയിൽ അല്ലെങ്കിൽ വാട്ടർ പ്രൂഫ്ഡ് ആയിട്ട് ഇത് ചെയ്യാന്നുള്ളത് ഒരു ചലഞ്ചിങ് തന്നെയാണ്. അത് അത്രയും ട്രെയിൻഡ് ടെക്നീഷ്യന്മാർ ഉണ്ടെങ്കിൽ മാത്രമേ നടക്കുകയുള്ളൂ. അപ്പോൾ എന്തായാലും നമ്മൾ അത്തരത്തിലൊരു സാധനം നമ്മൾ കറക്റ്റായിട്ട് ഓരോ പില്ലേഴ്സിൻ്റെ അവിടെ നോക്കിയാലും നിങ്ങൾക്ക് അവിടെ വാട്ടർ പ്രൂഫ് ചെയ്ത് കാണാൻ പറ്റും. പിന്നെ അതേപോലെ തന്നെ നമ്മൾ ഇതിന് വാക്കിംഗ് റാംസ് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ചില സ്ഥലങ്ങളിലൊക്കെ നമ്മൾ 3 കെട്ടുകൾ കണ്ടിട്ടുണ്ട്. ശരിക്കും ഒരു മിനിമം ഒരു 4 സ്റ്റെപ്പെങ്കിലും വാക്കിംഗ് റാംസ് ഉണ്ടെങ്കിൽ നമുക്കിങ്ങനെ വളരെ കൂളായിട്ട് നടക്കാൻ പറ്റുള്ളൂ. അതേ സമയത്ത് 3 ഉള്ളെങ്കിൽ നമുക്ക് ഡൗട്ടായിരിക്കും, ഇങ്ങനെ നമ്മൾ മിക്സ് ചെയ്ത് നടക്കണം. അപ്പോൾ അത് ഇങ്ങനെ നടക്കേണ്ടി വരും. അപ്പോൾ അത് കാരണം എപ്പോഴും ഒരു ശ്രദ്ധിക്കേണ്ട കാര്യം വാക്കിംഗ് റാമ്പ് ചെയ്യുന്ന സമയങ്ങളിൽ നമ്മളൊരു മിനിമം ഒരു 4 ലൈനെങ്കിലും കൊടുക്കാൻ നോക്കുക. അതേപോലെ തന്നെ എൻ്റെ എത്തുമ്പോൾ നമ്മൾ ഇതൊരു ഇവിടെ കണ്ടോ നിങ്ങൾ, ഇത് എൻ്റെ വരുമ്പോൾ ഒരു കിറ്റ് പ്ലേറ്റ്, ഇവിടെ ഒരു കിക്ക് പ്ലേറ്റ് ഉണ്ട്. ഈ കിക്ക് പ്ലേറ്റ് എന്തിനുള്ളതെന്ന് വെച്ചാൽ നമ്മൾ ക്ലീൻ ചെയ്യുന്ന സമയങ്ങളിൽ അറിയാതെ നമ്മളിങ്ങനെ മൈൻഡിൽ പോയി കാലിൽ തട്ടുന്ന സമയത്ത് എന്ത് ചെയ്യുക, അത്തരം പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ അല്ലെങ്കിൽ പെട്ടെന്ന് അവിടെ തീർന്നു എന്നുള്ള അറിയാനൊക്കെ ഇങ്ങനെ ഒരു സ്റ്റോപ്പർ ഇടുന്നത് എന്തുകൊണ്ടും നല്ലതായിരിക്കും. പിന്നെ അതേപോലെ തന്നെ ലൈറ്റ്നിങ് അറസ്റ്റേഴ്സ് ചെയ്യുന്ന സമയത്ത് നമ്മൾ പരമാവധി വിട്ടിട്ട് ചെയ്യാൻ നോക്കുക. പിന്നെ ഈ പറഞ്ഞ മാതിരി അതിൻ്റെ ലൈറ്റ്നിങ്ങിൻ്റെ കേബിള് നിങ്ങൾക്ക് കാണാൻ പറ്റും, എവിടെയും ടച്ച് ഇല്ലാത്ത രീതിയിലാണ് കൊണ്ടുപോയിട്ടുള്ളത്. കാരണം ഒരു ഹെവി വോൾട്ടേജ് വന്നു കഴിഞ്ഞാൽ ശരിക്കും അത് എവിടെയും ടച്ച് ആവാത്ത രീതിയിൽ അതിനെ ഐസൊലേറ്റ് ചെയ്തിട്ട് തന്നെ ഇറക്കണം. അത് ലാസ്റ്റ് സമയത്ത് ആ ഓടിൻ്റെ അവിടെ പോലും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു PVC പൈപ്പ് ഉപയോഗിച്ചിട്ടാണ് അവിടെ നമ്മളത് ക്ലോസ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ അതിൻ്റെ ഉള്ളിൽ വാട്ടർ പ്രൂഫിങ് ചെയ്ത് അതിൻ്റെ മുകളിൽ ഷീറ്റ് ഒട്ടിച്ചിട്ട് നമ്മൾ എന്താ പറയുക, നമ്മുടെ സിലിക്കോണും ഇട്ടിട്ടുണ്ട്. സിലിക്കോണൊന്നും അത്ര വലിയൊരു 10 വർഷമൊന്നും നിൽക്കില്ല. അതൊക്കെ നമ്മൾ ഒരു 6 to 1 year കൂടുമ്പോൾ ഹെവി മെയിൻ്റനൻസ് വരുന്ന സമയങ്ങളിലൊക്കെ നമ്മൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ഓരോ സീസണിൽ വരുന്ന റെയിൻ അനുസരിച്ചിട്ട് നമ്മൾ വീണ്ടും പ്രൂഫ് ചെയ്തുകൊണ്ടേ ഇരിക്കേണ്ടി വരും. അതുപോലെ തന്നെ നമ്മുടെ റൂഫ് ഭയങ്കര സ്ലോപ്പി റൂഫാണ്. അപ്പോൾ അതിൻ്റെ സ്ട്രക്ചർ ഹൈറ്റിൽ പൊന്തിച്ച് ചെയ്യണോണ്ട് തന്നെ ഇതിലോട്ടുള്ള വരാനുള്ള ആക്സസും കൂടി നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ വാക്കിംഗ് റാമിൻ്റെ കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അടിയിൽ നിന്ന് വരുന്ന സ്റ്റെയറിന് അങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്ത് ഇവിടെ തട്ടുന്ന രീതിയിലാണ് ഇത് ചെയ്തിട്ടുള്ളത്. നമുക്ക് വളരെ സിമ്പിളായിട്ട് തന്നെ ഇതിന് അനായാസം നമുക്കിങ്ങനെ ഇറങ്ങിപ്പോവാൻ പറ്റുന്ന രീതിയിലാണ് ഇത് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രൊജക്റ്റൊക്കെ ഉണ്ടെങ്കിൽ
നിങ്ങൾക്ക് നമ്മളുമായിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നമ്മുടെ നമ്പർ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. പിന്നെ തീർച്ചയായിട്ടും നിങ്ങളുടെ ഓരോ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നമ്മളെ അറിയിക്കുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു.